ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് അട്രാക്ഷൻ തോന്നാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഏകദേശം 6 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്, എന്നാൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ പെൺകുട്ടിക്ക് തിരിച്ച് നിങ്ങളോടും അട്രാക്ഷൻ തോന്നാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് വരുന്നത് വേറെ ഒന്നുമല്ല, നീറ്റ്നെസ് ആണ്. അതായത് വൃത്തി. നീറ്റായിട്ട് നിങ്ങൾ മാക്സിമം നടക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ നഖം ഒന്ന് കട്ട് ചെയ്യണം. പെൺകുട്ടികൾ ആൺകുട്ടികളെ കാണുമ്പോൾ ആദ്യമേ ശ്രദ്ധിക്കുന്നത് അവരുടെ നഖമായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ മീശ, താടി ഇതൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വേറെ ഒന്നുകൂടിയുണ്ട്, അതായത് ചില ബോയ്സ് ഉണ്ട്, അവർ പെട്ടെന്ന് ഇങ്ങനെ വേർക്കുന്നവരാണ്. നിങ്ങളിങ്ങനെ എപ്പോഴും വേർക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പെർഫ്യൂംസ് ഒക്കെ യൂസ് ചെയ്യാം. ഒരുപാട് കട്ടി സ്മെല്ലുള്ള പെർഫ്യൂംസ് ഒക്കെ യൂസ് ചെയ്യുന്നതിലും ഗേൾസിന് ഇഷ്ടം ലൈറ്റ് സ്മെല്ലുകളൊക്കെയാണ്. അതായത് ലൈറ്റ് ആയിട്ടുള്ള പെർഫ്യൂംസ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം, നിങ്ങളിപ്പോൾ നന്നായിട്ട് വേർക്കുന്ന ആളുകളാണെങ്കിൽ. അപ്പോൾ ഒന്നാമതായിട്ട് വന്ന് നീറ്റ്നെസ് ആണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, സ്മൈലാണ്. അതായത് ചിരി. പെൺകുട്ടികൾക്ക് പൊതുവെ നല്ല പല്ലും നന്നായിട്ട് ചിരിക്കുകയൊക്കെ ചെയ്യുന്ന ബോയ്സിനെ ഒരുപാട് ഇഷ്ടമാണ്. ചിരിക്കാൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഒരു പെൺകുട്ടിനെ കാണുമ്പോഴത്തേക്ക് ഫുൾ പല്ല് കാണിച്ച് ചിരിക്കണം എന്നല്ല പറഞ്ഞത്. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചിരിച്ച് കാണിക്കുക. നിങ്ങൾ നല്ല രീതിയിൽ ഇങ്ങനെ ചിരിക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ വർത്താനം പറയുക. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പെൺകുട്ടികൾക്ക് പൊതുവേ നിങ്ങളോടൊരു അട്രാക്ഷൻ തോന്നാൻ വേണ്ടത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓൾറെഡി ഞാൻ പറഞ്ഞു, പെൺകുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് നന്നായിട്ട് ചിരിക്കുന്ന ആൺകുട്ടികളെ. എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ഒരു പെൺകുട്ടിനെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ ഫുൾ പല്ലും കാണിച്ചിരിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ജസ്റ്റ് നിങ്ങൾ ചെറുതായിട്ടൊന്ന് ചിരിച്ച് കാണിക്കുക. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഓപ്പൺ സ്പീക്കിംഗ് ആണ്. അതായത് നിങ്ങൾക്ക് ഏതൊരു പെൺകുട്ടിയോടാണോ നിങ്ങളോട് അട്രാക്ഷൻ തോന്നേണ്ടത്, നിങ്ങൾ ആ പെൺകുട്ടിയൊക്കെ ആയിട്ട് ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആകുമല്ലോ, അതിനുശേഷം നിങ്ങൾ ആ ഒരു പെൺകുട്ടിയോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങണം. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പുറത്ത് പറയാൻ കൊള്ളുന്ന കാര്യമാണെങ്കിൽ ആ ഒരു പെൺകുട്ടിയോട് സീക്രട്ടായിട്ട് അത് പറയാം. അതായത് ഈ ഒരു കാര്യം ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല, നീയും പറയരുത്, എനിക്ക് നിന്നോട് വിശ്വാസമുണ്ട്, അതായത് ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യം നിന്നോട് ഞാൻ പറയുന്നത് എന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫിലുള്ള എന്തെങ്കിലും ഫണ്ണി ആയിട്ടുള്ള ഇൻസിഡന്റോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ആരോടും ഷെയർ ചെയ്യാത്ത കാര്യങ്ങളോ, അതായത് പുറത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു പെൺകുട്ടിയുടെ ഓപ്പണായിട്ട് ഷെയർ ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ആ ഒരു പെൺകുട്ടി വിചാരിക്കും നിങ്ങൾ എത്ര പാവമാണ്, നിങ്ങൾക്ക് എന്നോട് വിശ്വാസമുണ്ട്, അതായത് ആ പെൺകുട്ടിയോട് നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇതൊക്കെ എന്നോട് ഷെയർ ചെയ്ത് എന്നുള്ളൊരു തോട്ട് അവളുടെ ഉള്ളിലേക്ക് വരികയും പിന്നെ പയ്യെ ഒരു അട്രാക്ഷനൊക്കെ തോന്നാൻ വേണ്ടത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറൊന്നുമല്ല, ഡ്രസ്സിങ് ആണ്. അതായത് പുതിയ ഡ്രസ്സ് വാങ്ങിയിടണം എന്നല്ല പറയുന്നത്, ഉള്ള ഡ്രസ്സൊക്കെ നല്ല പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അലക്കി കുളിച്ച് വൃത്തിയായിട്ട് നിങ്ങൾ നടക്കുക. അതായത് മാക്സിമം നിങ്ങൾ അലക്കി വൃത്തിയുള്ള ഡ്രസ്സ് ധരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം പെൺകുട്ടികൾ പൊതുവേ ഒന്ന് നോക്കുന്നൊരു കാര്യമാണ് നിങ്ങളുടെ ഡ്രസ്സിങ് എങ്ങനെയാണ് എന്നുള്ളത്. നിങ്ങൾ നല്ല വൃത്തിക്ക് നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ധരിച്ച് നടക്കുകയാണെങ്കിൽ കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും അവർക്ക് ചെറിയൊരു അട്രാക്ഷനൊക്കെ തോന്നാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നാലാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ല ഡ്രസ്സിങ് ആണ്. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, കെയറിങ് ആണ്. അതായത് ചെറിയ കെയറിങ് ഒക്കെ നിങ്ങൾക്ക് ആ ഒരു പെൺകുട്ടിക്ക് കൊടുക്കാവുന്നതാണ്. എന്നും വിചാരിച്ചിട്ട് ഓവറായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഓവർ കെയറിങ് ഒന്നും നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അങ്ങനെ നിങ്ങൾ ഓവറായിട്ടുള്ള കെയറിങ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും നിങ്ങളോടൊരു ഇറിറ്റേഷനാണ് തോന്നത്തുള്ളൂ. അതുകൊണ്ട് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള കുഞ്ഞു കെയറിങ് ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട അഞ്ചാമത്തെ കാര്യം. ഇനി ആറാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ആറാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, കോംപ്ലിമെന്റ്സ് ആണ്. പൊതുവെ കോംപ്ലിമെന്റ്സ് ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളത്? പെൺകുട്ടികൾ പ്രത്യേകിച്ച് അവർക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ കോംപ്ലിമെന്റ് കൊടുക്കുന്നത്.
പക്ഷേ കോംപ്ലിമെന്റ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഓവറായിട്ട് നിങ്ങളത് ചെയ്യരുത്. അതായത് മാന്യമായ രീതിയിലുള്ള കോംപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. ഒരുപാട് കോംപ്ലിമെന്റ്സ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പെൺകുട്ടി വിചാരിക്കും, അല്ലെങ്കിൽ അവളുടെ ഫ്രണ്ട്സിനോട് പറയും, അവൻ ഭയങ്കര ഒലിപ്പീരാണ്, അല്ലെങ്കിൽ അവൻ ഭയങ്കര കോഴിയാണ്. ഇങ്ങനെ ഒരു തോട്ട് പരക്കുകയും പിന്നെ നിങ്ങളോട് ആർക്കും തന്നെ അട്രാക്ഷൻ തോന്നാതെ ഇരിക്കുകയൊക്കെ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് കോംപ്ലിമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം, പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരിക്കണം. ഈ ഒരു 6 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു പെൺകുട്ടിക്ക് തിരിച്ച് നിങ്ങളോടൊരു അട്രാക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.